വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രാൻസ് ആണ്. ഓപ്ഷൻ എ ഫ്രാൻസ്. നെക്സ്റ്റ്, തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഏതാണ്? സെർബിയാണ്. സെർബിയ. നെക്സ്റ്റ്, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമി റേഷ് ബിഹാരി ബോസ് ആണല്ലേ സ്ഥാപകൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയോ? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരുടേതാണ്? സൂര്യ സെൻ ആണല്ലേ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി ആരാണ്? സി ആർ ദാസ് ആണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഗദ്ദാർ പാർട്ടി ആരാണ്? ലാല ഹർദയാൽ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി റേഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, സ്വരാജ് പാർട്ടി സി ആർ ദാസ്, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. എ 3, ബി 4, സി 1, ഡി 2. ഓക്കെ. നെക്സ്റ്റ്, 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖ്യ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖ്യ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഏത് മേഖലയിലാണ്? നൃത്തമാണല്ലേ, നൃത്തം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ശരിയാണല്ലേ. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം എന്ന് തന്നിട്ടുണ്ട്. തെറ്റാണല്ലേ. അഹമ്മദാബാദിലെ സത്യാഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണോ? അല്ല അല്ലേ. അഹമ്മദാബാദ് മിൽ സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. 1918 അഹമ്മദാബാദ് സത്യാഗ്രഹം നടന്നത്. അഹമ്മദാബാദ് മിൽ സമരം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം എന്നായിരുന്നു? 1917. അഹമ്മദാബാദ് സത്യാഗ്രഹം 1918. എന്തിനായിരുന്നു? കോട്ടൺ മിൽ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിനായിട്ട് മഹാത്മാഗാന്ധി നയിച്ചൊരു പ്രസ്ഥാനമാണ് അഹമ്മദാബാദിലെ മിൽ സമരം അല്ലേ. തൊഴിലാളികൾ 35% വേതന വർധനവ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം മില്ലുടമകൾ തുടക്കത്തിൽ 20% വർധനവ് മാത്രമേ നൽകാൻ തയ്യാറായിരുന്നുള്ളൂ. തർക്കം പരിഹരിക്കാൻ ഗാന്ധി ഇടപെട്ടു. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മില്ലുടമകളെ സമ്മർദ്ദത്തിലാക്കാൻ നിരാഹാര സമരം നടത്തിയതാണ് അഹമ്മദാബാദിലെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ കേദാ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. തെറ്റാണല്ലോ. കേദാ സത്യാഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? നേരെ ഓപ്പോസിറ്റ് ആണല്ലേ. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ് കേദാ സത്യാഗ്രഹം. കേദാ സത്യാഗ്രഹം നടന്ന ഇയർ ഏതാണ്? 1918 കേദാ സത്യാഗ്രഹം നടക്കുന്നത്. 1918 തന്നെയാണ് കേദാ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ശരിയാണല്ലോ. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നിവ മാത്രമാണ് ശരി. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം 1917 അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ് കേദാ സത്യാഗ്രഹം 1918. അതുപോലെ തന്നെ അഹമ്മദാബാദിലെ സത്യാഗ്രഹം അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയും 1918 അല്ലേ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഏത് ഇയറായിരുന്നു? 1930. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരിയിലാണ് അല്ലേ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത്. നെക്സ്റ്റ്, ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. എന്താണ്? തുഷാരം അല്ലേ. തുഷാരം. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ എന്താണ്? തുഷാരം രൂപം കൊള്ളാനാണ് കാരണമാകുന്നത്. നെക്സ്റ്റ്, ദേശീയ ജലപാത NW3 ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണല്ലോ. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് NW3 യോജിപ്പിക്കുന്നത്. നെക്സ്റ്റ്,
താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ കൽക്കരി. ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവയാണ് അവസാദ ശിലകൾക്ക് ഉദാഹരണം. ഓപ്ഷൻ ബി ആണ്. 1, 3 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സ്ട്രാറ്റസ് ആണ് അല്ലേ? സ്ട്രാറ്റസ് ആണ് ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. നെക്സ്റ്റ്, അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? അനാസാഗർ തടാകം എവിടെയാണ്? രാജസ്ഥാനിലാണ്. അനാസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ്, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ശരിയാണല്ലോ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. തെറ്റാണ്. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ആണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ്, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പണം അച്ചടിച്ചിറക്കലാണ് അല്ലേ? പണം അച്ചടിച്ചിറക്കുന്ന ആരാണ്? RBI ആണ്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു ഒക്കെ എന്താണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. നെക്സ്റ്റ്, 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ജയതിലക്. ജയതിലകാണ് 50ാമത്തെ ചീഫ് സെക്രട്ടറി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. ശരിയാണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. തെറ്റാണല്ലോ. 10 ലക്ഷം അല്ലേ? 10 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് ശരിയായത് ഏതാണ്? 1, 2 ആണ് വരുന്നത്. ഓപ്ഷൻ എ 1, 2 മാത്രം. നെക്സ്റ്റ്, അപ്പോൾ എന്താണ് പറഞ്ഞത്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഏതാണ്? വകുപ്പ് 30 ആണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം പറയുന്നതാണ്? വകുപ്പ് 26 ആണ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം വകുപ്പ് 22. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? സി ആണ് അല്ലേ? 1 ഡി, 2 സി, 3 എ, 4 ബി. നെക്സ്റ്റ്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? ബി ആർ ഗവായി അല്ലേ? ബി ആർ ഗവായി.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. ശരിയാണല്ലോ. അതിനുശേഷം അതെന്താക്കി മാറ്റി? നിയമാവകാശമാക്കി മാറ്റി അല്ലേ? ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം 300A ആണല്ലോ അല്ലേ? 300A ആയിരുന്നു. 300A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. പാർട്ട് ഏതായിരുന്നു? പാർട്ട് 12 300Aയിലാണ് നിയമാവകാശമാക്കി മാറ്റിയത് അല്ലേ? സ്വത്തവകാശം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. മൊറാർജി ദേശായി ആയിരുന്നു അല്ലേ? മൊറാർജി ദേശായിയുടെ സമയത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1 മാത്രം. നെക്സ്റ്റ്, താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? ഇൻഷുറൻസ് ആണ് അല്ലേ? വിദ്യാഭ്യാസം വനം ഏതാണ്? കൺകറന്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം വനം കൺകറന്റ് ലിസ്റ്റാണ്. പോലീസ് എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റാണ്. പോലീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഇൻഷുറൻസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാം ഭേദഗതിയാണ് മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത് അല്ലേ? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് 1976 42ാം ഭേദഗതിയാണ്. 61ാം ഭേദഗതിയിൽ എന്താണ് ചെയ്തത്? ഏതായിരുന്നു? 61ാം ഭേദഗതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാം ഭേദഗതിയാണ് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചത്. 91ാം ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? 25 ഡി ആണല്ലേ? 1B 2D 3A 4C. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി എ ഷാജഹാൻ. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ഡി ലാഹോർ. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി എന്നിവയാണ് പ്രത്യക്ഷ നികുതി. കേന്ദ്ര ചരക്ക് സേവന നികുതി, സംയോജിത ചരക്ക് സേവന നികുതിയൊക്കെ പരോക്ഷ നികുതികളാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഡി ആണ് വരുന്നത്. 1ഉം 2ഉമാണ് പ്രത്യക്ഷ നികുതി. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാമാണ്? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക. ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക എന്നീ ഓപ്ഷൻസ് ആണ് നമുക്ക് PSCയിൽ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാമാണ്? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നിവയൊക്കെ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് 1, 2, 3. നെക്സ്റ്റ്, 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ്? വിക്രം മിശ്രി. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? പ്രചോദനം പദ്ധതി.
ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് പ്രചോദനം പദ്ധതി. 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? 2023 ഗ്രീൻ ഹൈഡ്രജനാണ് അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ന്യൂഡൽഹിയാണ്. എന്താണ് ക്യൂണിക്കൾച്ചർ? ക്യൂണിക്കൾച്ചർ എന്താണ്? ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതാണ് കോശകേന്ദ്രത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. എന്താണ് പിനങ്ക സബ്ടെറേനിയ? പിനങ്ക സബ്ടെറേനിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് പിനങ്ക സബ്ടെറേനിയ. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണല്ലേ, ഗ്ലോബുലിൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? മീസിൽസ് ആണല്ലേ. മീസിൽസ് എന്താണ്? വൈറസ് രോഗമാണ്. ക്ഷയരോഗം, ആന്ത്രാക്സ്, ഡിഫ്തീരിയ എന്നിവയ്ക്ക് എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ആർദ്രം. ആർദ്രം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? കണരോഗമാണ്. ഓപ്ഷൻ ഡി. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ് ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ. എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ്. നെക്സ്റ്റ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏതാണ്? ശ്യാനബലം അല്ലെങ്കിൽ വിസ്കസ് ബലം അല്ലേ, വിസ്കസ് ഫോഴ്സ് ആണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയാണ്. ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗ. ഓപ്ഷൻ ഡി അജയ് ബംഗ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടവം ശ്രീധരൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമുണ്ട്. മൂലകങ്ങളെ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ആരുടേതാണ്? ഹെൻറി മോസ്ലി ആണല്ലേ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ബോയിൽ നിയമം. നിർവീര്യലായകമായ ജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? 7 കുറയാണല്ലേ. 7 കുറവാണ് ആസിഡ് എന്ന് പറയുന്നത്. 7 മുകളിലാണ് ആൽക്കലി എന്ന് പറയുന്നത്. 7 കുറയുന്ന ഓപ്ഷൻ ബി. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ് ലഭിച്ചത്. നമുക്കറിയാം ഡെമിസ് ഹസബീസ്, ഡേവിഡ് ബേക്കർ, അതുപോലെ തന്നെ ജോൺ ചെമർ എന്നിവയ്ക്കൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ബക്കറിനാണ് പകുതി തുക ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ്? IUCN. ഓപ്ഷൻ എ IUCN. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന: 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. ശരിയാണല്ലേ. ശരിയാണ്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അതും ശരിയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? വിഘ്നേഷ് പുത്തൂർ. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? വിഘ്നേഷ് പുത്തൂർ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. പ്രസ്താവന നോക്കാം. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. ശരിയാണ്. വിലാപം, വിശ്വരൂപം. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതി മലയാള വിലാസം എന്ന് തന്നിട്ടുണ്ട്. അത് തെറ്റാണ്.
അപ്പോൾ ഓപ്ഷൻ പ്രസ്താവന എ ശരിയാണെന്നാൽ ബി ശരിയല്ല. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 വിഗതകുമാരൻ എന്താണ്? ഒരു നിശബ്ദ ചിത്രമാണ് അല്ലേ. ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. അതും തെറ്റാണ്, നമുക്കറിയാം നിശബ്ദ ചിത്രമാണ്, അപ്പോൾ പിന്നെ ശബ്ദം നൽകേണ്ട കാര്യമുണ്ടോ അവിടെ? ഇല്ല അല്ലേ. അപ്പോൾ 55 ആൻസർ വരുന്നത് പ്രസ്താവന എയും ബിയും ശരിയല്ല. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനായിരുന്നു. ശരിയാണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമാണ് കേരള കേസരി. കേരള പത്രിക അങ്ങനെ എന്തോ ആയിരുന്നു അല്ലേ. അപ്പോൾ തെറ്റാണ്. പ്രസ്താവന എ ശരിയാണെന്നാൽ ബി ശരിയല്ല. നെക്സ്റ്റ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908 ശരിയാണല്ലോ. ശരിയാണ്. തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? പ്രസ്താവന എയും ബിയും ശരിയാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഡേഷിന് ഉദാഹരണമാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ എന്നതിന് ഉദാഹരണമാണ് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. കോഡ് വ്യത്യാസപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ എന്തെന്നാണ് വിളിക്കുന്നത്? സ്റ്റാറ്റിക് വെബ് പേജ്. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കണക്കാക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത് ബി ആണ്. ഏഷ്യൻ നെയിം എന്നായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ഓപ്ഷൻ സി. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവ്വം ഹാജരാക്കുവാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുവാനുള്ള അധികാരം പറയുന്നുണ്ട്. അപ്പോൾ 64 ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയുവാനുള്ള അവകാശം. 65 ആൻസർ വരുന്നത് സി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണ്? മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുവാനുള്ള അധികാരം ആർക്കുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുവാനുള്ള ചുമതലയും മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വരുന്നുണ്ടോ? ഇല്ല അല്ലേ. മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റേതാണ്? ഓപ്ഷൻ സി ആണ്. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താനും പ്രോത്സാഹിപ്പിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും അല്ല. നെക്സ്റ്റ്, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കായോ ഇരുകക്ഷികൾ ഉപയോഗിക്കുന്നതായ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്ന ഓപ്ഷൻ എ സംരക്ഷണ ഉത്തരവെന്നാണ് നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം തന്നിരിക്കുന്നത്. സംരക്ഷണ ഉത്തരവാണ്. നെക്സ്റ്റ്,
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കാങ്കർവാലി ദേശീയോദ്യാനം, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ, ചൗസത്ത് യോഗിനി ക്ഷേത്രങ്ങളൊക്കെ വരുന്നുണ്ട്. മേൽപ്പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് മാത്സ് ആണ്. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? 9. താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏതാണ്? 60 × 5/4. 60 × 5/4. ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില എത്രയാണ്? 73 ആൻസർ വരുന്നത് സി ആണ്, 136.20. 74 ആൻസർ വരുന്നത് ബി ആണ്. 75 ആൻസർ വരുന്നത് സി ആണ്, മസിൽസ്. 76 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പടിഞ്ഞാറ്. 77 ആൻസർ ഓപ്ഷൻ ബി 202. 78 ഓപ്ഷൻ എ 343. 79 ഓപ്ഷൻ സി 15. 80 2n+5 = 1024 ആയാൽ എക്സിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ, 5. ഇനി ഇംഗ്ലീഷാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ദേ ഡോണ്ട് ദേ. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് സയൻസ് ഫിക്ഷൻസ്. I have been living in this house for the last 10 years. If you study well, you will pass the examination. One of the boys is absent today. I visited Mumbai last year. I put on my new dress on my birthday. The antonym for amateur is option A professional. He has been elected to the council. Option B council. The synonym for amiable is friendly. ശരിയായ പദം തിരഞ്ഞെടുക്കുക. 91 ആൻസർ വരുന്നത് അപരാധി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. തന്നിരിക്കുന്നതിൽ അപരാധിയാണ് തന്നിരിക്കുന്നത്. അതിഥി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ആൻസറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് അപരാധി. നെക്സ്റ്റ്, ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ജനനിയാണ്. അവനി, ധരണി, മേദിനിയൊക്കെ ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. അങ്കുശം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? നിരങ്കുശം. കൺ പ്ലസ് നീർ ചേർത്ത് എഴുതിയാൽ എന്താണ്? കണ്ണീർ. ശരിയായ വാക്യം ഏതാണ്? മുതിർന്നവരെ നാം ബഹുമാനിക്കണം. പ്രത്യുപകാരം പിരിച്ചെഴുതുക. പ്രത്യുപകാരം ഏതാണ്? പ്രതി പ്ലസ് ഉപകാരം. ആസ് ദ സീഡ് സോ ദ സ്പ്രോട്ട് താഴെ കൊടുത്തതിൽ സമാനമായ പരിഭാഷ ഏതാണ്? 20 ഗുണം 10 ഗുണം. ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവിയുടെ എന്താണ്? കവയിത്രിയാണ് അല്ലേ, കവയിത്രി. താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏതാണ്? ആൺകുട്ടികളാണ് അല്ലേ. അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ജിജ്ഞാസയാണ് അല്ലേ, ജിജ്ഞാസ. അപ്പോൾ മലയാളം, കമ്പ്യൂട്ടർ എന്നീ ക്വസ്റ്റ്യൻസൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് അതിൽ നിന്ന് തന്നെയല്ലേ വന്നിരിക്കുന്നത്. കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. മലയാളത്തിന് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് കുറേ ക്ലാസ്സുകളിലെ PSC ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണാൻ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.